ഹായ് ഓൾ എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസ് എക്സാം, കമ്പനി ബോർഡ് LGS എക്സാമൊക്കെ വരാനായിട്ടുണ്ട്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നോക്കാം. LGS മാതൃകയിൽ PSC ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഇതുപോലെ തന്നെ നമ്മൾ മോഡൽ പേപ്പേഴ്സ് തരുന്നുണ്ട്. പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. PVQ ചെയ്ത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് PVQ തരുന്നുണ്ട്. ഓരോ സബ്ജക്റ്റിൽ നിന്നൊരു ടോപ്പിക് എടുത്തിട്ട് ആ ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രീവിയസ് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് 2019 മുതൽ PSC ചോദിച്ച എല്ലാ ചോദ്യങ്ങളും മാക്സിമം ഉൾപ്പെടുന്നുണ്ട്. അതിനുശേഷം ഇതുപോലെ തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് PVQ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകൾ ആദ്യമേ കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഒന്ന് പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് വീഡിയോസ് ചെയ്തെന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇതുപോലെ ഓരോ ടോപ്പിക് വൈസ് ആയിട്ട് PVQ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ ടോപ്പിക്കിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനായിട്ട് സാധിക്കും. ഏതൊക്കെയാണ് ഈ PSC കഴിഞ്ഞ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളിലൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോൾ മാക്സിമം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓരോ ടോപ്പിക്കും ഇപ്പോൾ കുറച്ചധികം ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഒരു 10-11 ക്ലാസ്സുകളോളം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്ലാസ്സുകൾ കാണാത്തിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സുകൾ പോയി കാണാം കേട്ടോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1916 DK കാർവേ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണ്? അപ്പോൾ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരാണ്? DK കാർവേയാണ്. ഏത് വർഷമാണ്? 1916 എവിടെയാണ് സ്ഥാപിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി, മഹാരാഷ്ട്ര. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായത് ഇതാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയമായത് ഇതാണ് ആൻസർ ഓപ്ഷൻ ബി, ആനന്ദമഠം. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇട്ടെങ്കിലും ജാലിയൻ വാലാബാഗ് സംഭവം ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അടിത്തറ ഇളക്കി. ജാലിയൻ വാലാബാഗ് സംഭവത്തെക്കുറിച്ച് ഇങ്ങനെ പ്രതികരിച്ചത് ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ഗാന്ധിജി. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്? ദേശീയ പ്രസ്ഥാനത്തിൻ്റെ നഴ്സറി എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, ബംഗാൾ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ്? ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായ അൽ ഹിലാലിന് നേതൃത്വം നൽകിയത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. ആമുഖം ജവഹർലാൽ നെഹ്റു. മൗലികാവകാശം ഭരണഘടനയുടെ ഭാഗം 3 നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധിയാണ്. അതൊക്കെ ശരിയാണ് അല്ലേ? ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ എന്നാണ് തന്നിരിക്കുന്നത്. അത് തെറ്റാണ്. ആരാണ് വരുന്നത്? ജവഹർലാൽ നെഹ്റു ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നതിൽ തെറ്റായിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ ഡി ആണ്. ഡോക്ടർ BR അംബേദ്കറിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ പറയാം? ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. എപ്പോഴും PSC ചോദിക്കുന്ന ചോദ്യമാണ്. BR അംബേദ്കർ ആണ് അല്ലേ? അപ്പോൾ ആമുഖം ജവഹർലാൽ നെഹ്റു. മൗലിക അവകാശങ്ങൾ ഭരണഘടനയുടെ ഭാഗം 3 നിർദ്ദേശക തത്വങ്ങൾ മഹാത്മാഗാന്ധി. ഇതിലെ ഭരണഘടനയുടെ ഭാഗം 3 ഈ മൗലിക അവകാശങ്ങളെക്കുറിച്ച് PSC ചോദിച്ച മുൻവർഷ ചോദ്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, മോക്ക് ടെസ്റ്റ്. അതുപോലെ തന്നെ ആമുഖം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ആമുഖം ലക്ഷ്യപ്രമേയം. ഇനി നിർദ്ദേശക തത്വങ്ങളും അതുപോലെ തന്നെ പൗരത്വം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിർദ്ദേശക തത്വങ്ങളാണ് ഇന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത്. അത് ഞാൻ ഒരു ക്ലാസ്സിൽ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന, മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിലെ പ്രത്യേകതകൾ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ്? ഓക്കെ, ദൃഢവും അയവുള്ളതുമായ ഭരണഘടനയാണ്, അത് ശരിയാണ്. ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ ശരിയാണ്. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക ഭരണഘടന എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്കറിയാം സംസ്ഥാനങ്ങൾക്കുള്ള പ്രത്യേക ഭരണഘടനയൊന്നും ഇല്ല അല്ലേ? നെക്സ്റ്റ് എന്താണ്? മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നതും ശരിയാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4 ശരിയാണ്. നെക്സ്റ്റ്, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ഇന്ത്യയിലെ ഏത് ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഏത് ഭരണഘടനാ സ്ഥാപനമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും.
ആൻസർ ഓപ്ഷൻ ബി ആണ്, പാർലമെൻ്റ് ആണ് അല്ലേ. ഭരണഘടനാ ഭേദഗതി പരിഗണിക്കുന്നതും അംഗീകരിക്കുന്നതും ആരാണ്? പാർലമെൻ്റ് ആണ്. ഇംപീച്ച്മെൻറ്റ് നടപടിക്രമങ്ങളിൽ അതുപോലെ തന്നെ ജുഡീഷ്യൽ അധികാരിയായിട്ട് പ്രവർത്തിക്കുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലൊക്കെ ആരുടെ ചുമതലയാണ്? ആൻസർ ഓപ്ഷൻ ബി, പാർലമെൻ്റ് ചുമതലയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ നിന്ന് മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ഏതിലാണ് പറയുന്നത്? ആർട്ടിക്കിൾ 23, 24. ഈ മൗലിക അവകാശം എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം 23, 24 അതൊരു മൗലിക അവകാശമാണ്. മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ്? 25 മുതൽ 28 വരെയാണ് പറയുന്നത് അല്ലേ, അതും ശരിയാണ്. ഇനി സൗജന്യ നിയമസഹായം അതേതിലാണ് വരുന്നത്? സൗജന്യ നിയമസഹായം മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് വരുന്നത്. ലഹരി വസ്തുക്കളുടെ നിരോധനം ഏത് തന്നെയാണ്? മാർഗനിർദ്ദേശക തത്വങ്ങളിലാണ് വരുന്നത് അല്ലേ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. 1ഉം 2ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ള ആൻസർ. അതായത് മൗലിക അവകാശങ്ങൾ ഏതൊക്കെയാണ്? സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, പിന്നെ എന്തൊക്കെയാണ് അറിയുന്നത്? ആദ്യത്തെ ഏതാണ്? സമത്വത്തിനുള്ള അവകാശം, പിന്നെ മൗലിക സ്വാതന്ത്ര്യങ്ങളെക്കുറിച്ച് പറയുന്ന, പിന്നെ ചൂഷണത്തിനെതിരായ അവകാശം, അതിനുശേഷം എന്താണ്? ഈ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു, സാംസ്കാരിക വിദ്യാഭ്യാസപരവുമായ അവകാശം, പിന്നെ ഏതാണ്? ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണിത്? നിങ്ങൾ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിൻ്റെ പരിണിതഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കും എന്നതാണ്. ആരുടെ വാക്കുകളാണിത്? ആൻസർ ഓപ്ഷൻ എ ആണ്, പ്ലേറ്റോ. താഴെ തന്നിരിക്കുന്ന കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചുള്ളതാണ്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിൽ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. ആൻസർ ഓപ്ഷൻ എ ആണ്, ചട്ടമ്പി സ്വാമികളാണ്. ചട്ടമ്പി സ്വാമികളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അധസ്ഥിതർക്ക് ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കണമെന്ന് വാദിച്ചു. അധസ്ഥിതരോടൊപ്പം മിശ്രഭോജനം നടത്തി അവരുടെ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിച്ചു. വിദ്യയും വിത്തവും ഉണ്ടെങ്കിലേ മനുഷ്യ പുരോഗതി സാധ്യമാകൂ എന്ന് അദ്ദേഹം വിശ്വസിച്ചു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ് കണ്ടെത്തുക. അയ്യങ്കാളി കല്ലുമാല സമരം അത് ശരിയാണ്. ഇനി ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ക്ഷേത്ര പ്രതിഷ്ഠ ശരിയാണ്. വൈകുണ്ഠസ്വാമികൾ അയിത്തത്തിനെതിരെ കിണറുകൾ കുഴിച്ചു അതും ശരിയാണ്. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് ആരാണ്? രാമകൃഷ്ണപിള്ളയാണോ? അല്ല, എഡിറ്റർ ആയിരുന്നു രാമകൃഷ്ണപിള്ള. സ്ഥാപിച്ചത് ആരാണ്? വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് അല്ലേ. അപ്പോൾ ഏതാണ് തെറ്റായിട്ട് വന്നത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് തെറ്റായിട്ട് വന്നത്. നെക്സ്റ്റ്, ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷനറി സംഘം കേരളത്തിൽ എവിടെയാണ് പ്രവർത്തിച്ചത്? LMS സ്ഥാപിച്ചത് അല്ലെങ്കിൽ LMS പ്രവർത്തിച്ചത് എവിടെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഏതാ വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, തിരുവിതാംകൂറിലാണ് അല്ലേ. തിരുവിതാംകൂറിലാണ് LMS വരുന്നത്. നെക്സ്റ്റ്, CMS ആണെന്നുണ്ടെങ്കിലോ? CMS ആണെങ്കിൽ കൊച്ചിയും തിരുവിതാംകൂറും വരും അല്ലേ. മലബാർ വരുന്നത് ഏതാണ്? മലബാർ ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് പറയാം? BE എന്നറിയാം അല്ലേ. ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനാണ് മലബാറിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. തിരുവിതാംകൂറും കൊച്ചിയാണെന്നുണ്ടെങ്കിൽ ഇതാണ് CMS ആണ്, ചർച്ച് മിഷൻ സൊസൈറ്റി. LMS ആണെന്നുണ്ടെങ്കിൽ ലണ്ടൻ മിഷൻ സൊസൈറ്റി തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചതാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്നാണ്. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭൻ്റെ നേതൃത്വത്തിൽ സവർണ ജാഥ നടത്തിയത് എന്ന്. ആൻസർ ഓപ്ഷൻ ബി, 1924 നവംബർ 1. 1924 നവംബർ 1. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥത്തിൻ്റെ രചയിതാവ് ആര്? ആൻസർ ഓപ്ഷൻ എ, EMS നമ്പൂതിരിപ്പാട്. 2024 നിലവിൽ വന്ന ലോകസഭ എത്രാമത്തേതാണ്? 2024 നിലവിൽ വന്ന ലോകസഭ 2024 എത്രാമത്തെയായിരുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ്, 18ാമത്തെ ലോകസഭയായിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഇപ്പോഴത്തെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ധർമ്മേന്ദ്ര പ്രധാൻ.
നെക്സ്റ്റ്, താഴെ കൊടുത്തിരിക്കുന്നതിൽ പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി ഒപ്പുവെച്ച കരാറാണ് പഞ്ചശീല തത്വങ്ങൾ. അത് ശരിയാണ്. ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്നത് ഇതിലെ പ്രധാന തത്വമാണ്. അതും ശരിയാണ് അല്ലേ. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക. ലാൽ ബഹദൂർ ശാസ്ത്രിയും മുഹമ്മദ് അയ്യൂബ് ഖാനുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അത് തെറ്റാണ്. ജവഹർലാൽ നെഹ്റുവും ചൗവൻലായുമാണ് കരാറിൽ ഒപ്പുവെച്ചത്. അത് ശരിയാണ്. അപ്പോൾ നെഹ്റുവും ചൗവൻലായുമാണ് ഈ പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. ആൻസർ ഓപ്ഷൻ സി മൂന്നാമത്തെ മാത്രമാണ് തെറ്റായിട്ട് വന്നത്. പഞ്ചശീല തത്വങ്ങൾ 1954 ചൈനയുമായി അതിർത്തി തർക്കമുണ്ടായപ്പോൾ ഇന്ത്യ ചൈനയുമായി അതിർത്തി ഒപ്പുവെച്ച കരാറാണ്. ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയും പരമാധികാരവും പരസ്പരം അംഗീകരിക്കുക എന്ന് പറയുന്നത് ഇതിലെ പ്രധാനപ്പെട്ട തത്വമാണ്. ജവഹർലാൽ നെഹ്റുവും ചൗവൻലായുമാണ് ഈ കരാറിൽ ഒപ്പുവെച്ചത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയെ കാലഗണനയനുസരിച്ച് ക്രമീകരിക്കുക. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നു. എന്നാണ് നിലവിൽ വന്നത്? ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ഗവേഷണ സംഘടന നിലവിൽ വന്നു. ISRO നിലവിൽ വന്നു. ആര്യഭട്ട എന്ന ഉപഗ്രഹം വിക്ഷേപിച്ചു. ചന്ദ്രയാൻ ദൗത്യം. ഇതിൽ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്നതെന്നാണ് 1962 ബഹിരാകാശ ഗവേഷണ സമിതി ISRO രൂപീകരിച്ചത് 1969. ആര്യഭട്ട വിക്ഷേപിച്ചത് 1975. ചന്ദ്രയാൻ ദൗത്യം ആ സമയത്തിനായിരിക്കും ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ചന്ദ്രയാൻ 1 2008 വിക്ഷേപിച്ചത്. അപ്പോൾ ശരിയായിട്ട് വരുന്ന ഓർഡർ ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് അല്ലേ. 1, 2, 3, 4 കറക്റ്റ് ഓർഡർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്ക് ശാലകളും അവ രൂപീകരിക്കാൻ സഹായിച്ച രാജ്യങ്ങളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇതിൽ തെറ്റായ ജോഡി ഏത്? ഭിലായ് സോവിയറ്റ് യൂണിയൻ ശരിയാണ്. റൂർക്കേല ജർമ്മനി ശരിയാണ്. ദുർഗാപൂർ ബ്രിട്ടൻ അതും ശരിയാണ് അല്ലേ. ബൊക്കാറോ ഫ്രാൻസ്. ബൊക്കാറോ ഏതാണ്? സോവിയറ്റ് യൂണിയൻ തന്നെയാണ് വരിക അല്ലേ. റഷ്യ തന്നെയാണ് വരുന്നത്. അപ്പോൾ ആൻസർ തെറ്റായിട്ട് ഉള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്. 4-മത്തെയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈ ആസൂത്രണ കമ്മീഷൻ, നീതി ആയോഗ്, പഞ്ചവത്സര പദ്ധതികൾ എന്ന് പറയുന്ന 3 ടോപ്പിക്കും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റിൽ കേട്ടോ. നെക്സ്റ്റ്, ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1-ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? 1-ാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയാണ് ഈ പദ്ധതിയുടെ കാലയളവ്. അത് ശരിയാണ്. വ്യാവസായിക വികസനത്തിന് ഊന്നൽ നൽകി. വ്യവസായ വികസനത്തിന് ലക്ഷ്യം എന്തായിരുന്നു? 2-ാമത്തെ പഞ്ചവത്സര പദ്ധതിയിലാണ് വ്യവസായ വികസനത്തെക്കുറിച്ച് പറയേണ്ട. ഇനി കാർഷിക മേഖലയുടെ സമഗ്ര വികസനത്തിന് ഊന്നൽ നൽകി. അത് ശരിയാണ് അല്ലേ. കൃഷിക്കും ജലസേചന സൗകര്യത്തിനാണ് 1-ാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിട്ടുള്ളത്. ഹരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. അതും ശരിയാണ്. ഹരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നു. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 3, 4 ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിൻ്റെ മഹാക്ഷേത്രങ്ങളാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. ജവഹർലാൽ നെഹ്റു. നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ ആരാണ്? തന്നിരിക്കുന്നതില്ല. 2026 ചേഞ്ച് വന്നിട്ടുണ്ട്. അശോക് കുമാർ ലാഹിരിയാണ് ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. ആരാണ്? അശോക് കുമാർ ലാഹിരിയാണ് നീതി ആയോഗിൻ്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ. ഇനി CEO ചോദിക്കുകയാണെന്നുണ്ടെങ്കിലും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ആരാണ്? നിധി ചിംബറാണ് ഇപ്പോഴത്തെ നീതി ആയോഗിൻ്റെ CEO. നിധി ചിംബർ. ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ അശോക് കുമാർ ലാഹിരി. ചന്ദ്രയാൻ 3 പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ്? ചന്ദ്രയാൻ 3 അതായത് ചന്ദ്രയാൻ 3 എന്ന് പറയുന്ന ഈ പേടകം ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയത് എന്നാണ്? 2023 ഓഗസ്റ്റ് 23 അല്ലേ. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2023 ഓഗസ്റ്റ് 23. താഴെ പറയുന്നതിൽ ഇന്ത്യയിലെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. ഇന്ത്യയിലെ കിഴക്കൻ മലനിരകൾ: പത്കായിബം ശരിയാണ്. മീസോ കുന്നുകൾ, പിന്നെ ഗാരോ ഗാസി ജയന്തിയ കുന്നുകൾ അല്ലേ. ഹിമാദ്രി വരുന്നില്ല. പത്കായിബം, മീസോ കുന്നുകൾ, ഗാരോ ഗാസി കുന്നുകൾ. ആൻസർ ഓപ്ഷൻ സി ആണ്. 1, 2, 4.
ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. റേൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെയാണ് പടിഞ്ഞാറൻ തീരസമതലം. അതും ശരിയാണ് അല്ലേ? ശരിയാണ്. ഇനി ഡെൽറ്റ രൂപീകരണം നടക്കുന്നു. ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് എവിടെയാണ്? ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് കിഴക്കൻ തീരസമതലത്തിലാണ്. അപ്പോൾ അത് തെറ്റാണ്. ഇനി കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. ശരിയാണ്. താരതമ്യേന വീതി കൂടുതൽ ഏതിനാണ്? കിഴക്കൻ തീരസമതലത്തിനാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 2ഉം 4ഉം ആണ് തെറ്റായിട്ട് വന്നത്. ഏതാണ്? ഡെൽറ്റ രൂപീകരണം നടക്കുന്നത് താരതമ്യേന വീതി കൂടുതൽ ഏതാണ്? കിഴക്കൻ തീരസമതലമാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിൽ വീതി കുറവാണ്. അതുപോലെ തന്നെ കായലുകളും അഴിമുഖങ്ങളും കാണപ്പെടുന്നത് പടിഞ്ഞാറൻ തീരസമതലത്തിലാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡമാൻ നിക്കോബർ ദ്വീപ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് കണ്ടെത്തുക. അറബിക്കടലിലാണ് ദ്വീപസമൂഹം സ്ഥിതി ചെയ്യുന്നത്. ആൻഡമാൻ നിക്കോബർ ദ്വീപുകൾ അറബിക്കടലിലാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നു. അത് തെറ്റാണ്. ബംഗാൾ ഉൾക്കടലിലാണ് അല്ലേ? ഇനി ഏകദേശം 200 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് ആൻഡമാൻ. ശരിയാണ്. പോർട്ട് ബ്ലെയർ ആണ് ഈ ദ്വീപ സമൂഹത്തിൻ്റെ തലസ്ഥാനം. അതും ശരിയാണ്. 36 ദ്വീപുകൾ ഉൾപ്പെടുന്നതാണ് നിക്കോബർ. അത് തെറ്റാണ്. അപ്പോൾ അവിടെ തന്നിരിക്കുന്നതിൽ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 3ഉം. താഴെ നൽകിയിട്ടുള്ളതിൽ ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ കണ്ടെത്തുക. കാണ്ടില വരുന്നുണ്ട് അല്ലേ? കാണ്ടില ഗുജറാത്തിലാണ്. അത് കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അത് കാണ്ടില ഗുജറാത്താണ്. അപ്പോൾ അത് പടിഞ്ഞാറാണ് വരുന്നത്. ഇനി നവശീവ എന്ന് പറയുന്നത് ഇതാണ് മുംബൈ, മഹാരാഷ്ട്രയാണ് അല്ലേ? നമുക്ക് ചോദിച്ചിരിക്കുന്നത് കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് വരുന്നത് അത് എവിടെയാണ്? പടിഞ്ഞാറാണ്. ഇനി പാരദീപ് ഒഡീഷയിലാണ്. അപ്പോൾ അത് കിഴക്കാണ് അല്ലേ? കിഴക്കാണ്. ഹാൽഡിയ വരുന്നത് പശ്ചിമ ബംഗാളിലാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 3ഉം 4ഉം ആണ്. പാരദീപും ഹാൽദിയും കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്നു. പടിഞ്ഞാറ് ഭാഗത്തുള്ളതാണ് കാണ്ടിലയും നവശേവയും. നെക്സ്റ്റ്. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? എവിടെയാണ് തുംഗഭദ്ര വരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്. കൃഷ്ണയുടെ പോഷക നദിയാണ് തുംഗഭദ്ര. കേരളത്തിലെ വിവിധ വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക ചുവടെ നൽകുന്നവയിൽ നിന്നും ശരിയല്ലാത്തത് കണ്ടെത്തുക. വാഴച്ചാൽ തൃശ്ശൂർ. ശരിയല്ലാതാണ് ചോദിച്ചിരിക്കുന്നത്. വാഴച്ചാൽ തൃശ്ശൂരാണ്. ശരിയാണ്. ചീയപ്പാറ പത്തനംതിട്ട. അത് തെറ്റാണ്. പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോട്. അതും ശരിയാണ്. ചീയപ്പാറ എവിടെയാണ്? ചീയപ്പാറ എവിടെയാണ്? ഇടുക്കിയിലാണ്. ചീയപ്പാറ വെള്ളച്ചാട്ടം എവിടെയാണ്? ഇടുക്കിയിലാണ്. അപ്പോൾ വാഴച്ചാൽ തൃശ്ശൂർ, ചീയപ്പാറ ഇടുക്കി, പാലരുവി കൊല്ലം, തുഷാരഗിരി കോഴിക്കോട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ നദികളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. അത് ശരിയാണ്. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദിയാണ് കക്കി കല്ലാർ. വേമ്പനാട്ട് കായലിൽ പതിക്കുന്ന പമ്പാ നദിയുടെ പോഷക നദികളാണ് കക്കി കല്ലാർ. ശരിയാണ്. പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകുന്ന ഭാരതപ്പുഴ അറബിക്കടലിൽ പതിക്കുന്നു. ഭാരതപ്പുഴ അറബിക്കടലിലാണ് പതിക്കുന്നത്. ഏതൊക്കെ ജില്ലയിലൂടെയാണ് ഒഴുകുന്നത്? പാലക്കാട്, മലപ്പുറം, തൃശ്ശൂർ. അപ്പോൾ ആൻസർ ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ്. കേരളത്തിലെ ദേശീയ ഉദ്യാനത്തെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയ ഉദ്യാനമാണ് സൈലന്റ് വാലി. ശരിയാണോ? ശരിയാണ്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനമാണ് ഇരവിക്കുളം. അത് തെറ്റാണ് അല്ലേ? ഇനി വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവിക്കുളം. അത് ശരിയാണ്. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവിക്കുളം. ശരിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം ഏതാണ്? പാമ്പാടും ചോലയാണ്. പാമ്പാടും ചോല. അപ്പോൾ അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. ആൻസർ ഓപ്ഷൻ സി 1, 3, 4 ആണ് ശരിയായിട്ട് വന്നത്. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോല. വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവിക്കുളം.
കേരളത്തിലെ ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് സഹായിച്ച രാജ്യം കാനഡയാണ്. അത് ശരിയാണോ? തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയാണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരിയാണെന്ന് പറയുന്നു. അത് തെറ്റാണ്. കുറ്റ്യാടിയാണ് അല്ലേ. ഇനി സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറാണ്. അത് ശരിയാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ സ്ഥാപിത ഉൽപാദന ശേഷി 680 മെഗാവാട്ട് എന്ന് പറഞ്ഞിരിക്കുന്നു. നമുക്ക് അറിയാം 780 മെഗാവാട്ടാണ് വരുന്നത്. അപ്പോൾ ആൻസർ തെറ്റായിട്ടുള്ള പ്രസ്താവന ആൻസർ ഓപ്ഷൻ ബി ആണ് 2ഉം 4ഉം. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് കണ്ടെത്തുക. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരം. മലനാടുകളെ കുറിച്ചാണ് ചോദിച്ചിരിക്കുന്നത്. ആ പ്രസ്താവന തെറ്റാണ്. ഇനി ഉയരം കൂടിയ കുന്നുകളും മലകളും അടങ്ങിയ പ്രദേശമാണ്. മലനാട്ടിൽ നിന്നാണ് നദികൾ ഉത്ഭവിക്കുന്നത്. മലനാടിൻ്റെ ഭൂരിഭാഗവും വനങ്ങളാണ്. അതെല്ലാം ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1 മാത്രമാണ് അവിടെ തെറ്റായിട്ട് വന്നത്. മലനാട് 75 മീറ്ററിലും കൂടുതലാണ് വരുന്നത്. ഇടനാടാണ് 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ വരുന്നത്. തീരപ്രദേശമാണെങ്കിൽ 7.5 മീറ്ററിന് താഴെയായിരിക്കും വരിക. ഓക്കെ, അപ്പോൾ 75 മീറ്ററിലും കൂടുതലാണ് മലനാടുകൾ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവരിൽ കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? കേരള അത്ലറ്റ്സ്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 2ഉം 4ഉം. KT ഇർഫാൻ, സിനി ജോസ്, അഞ്ജു ബോബി ജോർജ്. സിനി ജോസ്, അഞ്ജു ബോബി ജോർജ്. കേരളത്തിലെ മത്സ്യബന്ധന മേഖലയുമായി യോജിക്കാത്ത പ്രസ്താവനകൾ കണ്ടെത്തുക. മത്സ്യഫെഡ് ആരംഭിച്ച വർഷം 1984. ശരിയാണ്. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം കൊച്ചി. തെറ്റാണ്. കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം മത്തി. അതും തെറ്റാണ്. മത്സ്യബന്ധന മേഖലയുടെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന. ശരിയാണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. 2, 3 ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന. മത്സ്യഫെഡിൻ്റെ ആസ്ഥാനം വരുന്നത് തിരുവനന്തപുരമാണ്. അതുപോലെ തന്നെ കേരളത്തിലെ ഔദ്യോഗിക മത്സ്യം ഏതാണ്? കരിമീനാണ്. കരിമീനാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ പെരിയാർ. താഴെ പറയുന്നതിൽ കടൽ തീരമില്ലാത്ത ജില്ല ഏത്? കടൽ തീരം ഇല്ലാത്ത ജില്ല ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്. പത്തനംതിട്ടയാണ് കടൽ തീരം ഇല്ലാത്ത ജില്ല. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂരാണ്. കടൽ തീരം കുറവുള്ളത് എവിടെയാണ്? കൊല്ലത്താണ് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ കേരളത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ ജലപാത ഏതാണ്? ഏത് ദേശീയ ജലപാതയാണ് കേരളത്തിലൂടെ കടന്നു പോകുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്. ദേശീയ ജലപാത 3. ചന്ദ്രയാൻ 3 ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത് എന്നാണ്? ആൻസർ ഓപ്ഷൻ ഡി 2023 ഓഗസ്റ്റ് 23. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? എഴുത്തച്ഛൻ പുരസ്കാരം 2023 ചോദിച്ചിരിക്കുന്നത്. കാരണം 2024 ഈ ഒരു എക്സാം നടന്നിരിക്കുന്നത്. അപ്പോൾ 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിട്ടുള്ളത് ആരാണ്? ഓപ്ഷൻ ബി ആണ്. SK വസന്തനാണ് 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്. 2023 SK വസന്തൻ. 2024 ആരാണ്? 2024 NS മാധവൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവൻ. 2025 KG ശങ്കരപിള്ള. 2025 KG ശങ്കരപിള്ള. 2025 ആർക്കാണ്? KG ശങ്കരപിള്ളയ്ക്കാണ് എഴുത്തച്ഛൻ പുരസ്കാരം. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ വ്യക്തിയാണ് KG ശങ്കരപിള്ള. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏതാണ്? സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള മറ്റ് പിന്നാക്ക വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം. ആൻസർ ഓപ്ഷൻ സി ആണ്. വിരാട് കോഹ്ലി. താഴെ തന്നിരിക്കുന്നതിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ഏതൊക്കെയാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ഏതൊക്കെയാണ്?
വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടിംഗ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ ഇവയെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടിംഗ് വോട്ടെണ്ണൽ ഫലപ്രഖ്യാപനം, പെരുമാറ്റച്ചട്ടം രൂപീകരിക്കൽ. ആൻസർ ഓപ്ഷൻ ഡി ഇവയെല്ലാം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നാട്ടുരാജ്യങ്ങളുടെ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാമാണ്? ലയന കരാർ തയ്യാറാക്കിയത് ആരെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ സി സർദാർ പട്ടേലും വി.പി. മേനോനും. നെക്സ്റ്റ്. താഴെ തന്നിരിക്കുന്നതിൽ ഖാരിഫ് വിള ഏതാണ്? ഖാരിഫ് വിള ഏതാണ്? നെല്ലാണ് അല്ലേ? നെല്ലാണ് ഖാരിഫ് വിള. ഗോതമ്പ്, കടുകൊക്കെ ഇതിലാണ് വരുന്നത്. ഗോതമ്പും കടുകൊക്കെ റാബിയിലാണ് വരുന്നത് അല്ലേ? പഴവർഗ്ഗങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതാണ് സെയ്താണ്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന കാപ്പിക്കുരു ഏത്? ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായിരുന്നു. ISRO സ്ഥാപിതമായ വർഷം ഏതാണ്? 1969. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം? യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, കോഴിക്കോട്. 2023 ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ച ഇന്ത്യൻ സംസ്ഥാനം? 2023 കറണ്ട് അഫെയർ ആണ്. ഓപ്ഷൻ എ ബീഹാർ ആയിരുന്നു. അതുപോലെ തന്നെ 2023 ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകളും ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 107. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, ആദിത്യ L1. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ സി ആണ് അല്ലേ? ചെവിയിലാണ്. സ്റ്റേപ്പീസ് ആണ് ഏറ്റവും ചെറിയ അസ്ഥി. താഴെ നൽകിയിരിക്കുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. അത് ശരിയാണ്. നിശാന്തതയും സിറോഫ്താൽമിയയും വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗമാണ്. ബെറിബറി എന്ന രോഗം വൈറ്റമിൻ സിയുടെ കുറവ് മൂലമുണ്ടാകുന്നു. നമുക്കറിയാം വൈറ്റമിൻ സിയുടെ കുറവ് മൂലം ഏതാണ് ഉണ്ടാകുന്നത്? സ്കർവി ആണല്ലേ? ബെറിബറി എന്ന് പറയുന്നത് വൈറ്റമിൻ B1ൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. അപ്പോൾ അത് തെറ്റാണ്. വൈറ്റമിൻ എയുടെ കുറവ് മൂലമുണ്ടാകുന്ന രോഗാവസ്ഥയാണ് വർണ്ണാന്തത എന്ന് പറയുന്നത്. അതും ഏതാണ് വരുന്നത്? തെറ്റാണ് അല്ലേ? നമുക്ക് ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ബെറിബറി എന്ന രോഗം വൈറ്റമിൻ ബിയുടെ കുറവ് മൂലം ഉണ്ടാകുന്നു. അത് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, 1ഉം 4ഉം. ഇനി ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത്? ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ്, പൊക്കാളി. കേരള വന ഗവേഷണ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേരള വന ഗവേഷണ സ്ഥാപനം എവിടെയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, പീച്ചിയിലാണ്. ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപിക തലത്തിലെ ജീവികൾ എപ്പോഴും ഇവർ ആയിരിക്കും. ആര്? ഒരു ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപിക തലത്തിലെ ജീവികൾ ആരായിരിക്കും എപ്പോഴും? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ഉൽപാദകരായിരിക്കും. പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആര്? പവിഴപ്പുറ്റുകൾ കടലിലെ മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് ആര്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, അരുൺ അലോഷ്യസ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത്? ഗുണനിലവാരം നിലനിർത്തി സവാള ഏറ്റവും കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാനുള്ള സംവിധാനം കണ്ടെത്തിയ സ്ഥാപനം ഏത്? ആൻസർ ഓപ്ഷൻ എ, ബാർക്ക്. താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താപത്തിൻ്റെ SI യൂണിറ്റ് ആണ് ജൂൾ. ശരിയാണ് അല്ലേ? താപത്തിൻ്റെ SI യൂണിറ്റ് ഫാരൻഹീറ്റ് തന്നിരിക്കുന്നു. തെറ്റാണ്. താപനിലയുടെ ആണ് അല്ലേ? താപനിലയുടെ SI യൂണിറ്റ് സെൽഷ്യസ് ആണ്. താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. താപനിലയുടെ SI യൂണിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ SI യൂണിറ്റ് ഏതാ വരുന്നത്? ആൻസർ ഏതാ വരുന്നത്? താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. SI യൂണിറ്റ് കെൽവിൻ ആണ്. ഫാരൻഹീറ്റും സെൽഷ്യസിലൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ പഠിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇതെന്താണ്? SI യൂണിറ്റ് അല്ല. അപ്പോൾ താപത്തിൻ്റെ SI യൂണിറ്റ് ജൂളും താപനിലയുടെ SI യൂണിറ്റ് കെൽവിൻ ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ്, 1ഉം 4ഉം. താഴെ പറയുന്നതിൽ തെറ്റായ ജോലി ഏത്? പവർ വാട്ട്, ഊർജം ജൂള്, പ്രവൃത്തി ജൂള്, ബലം പാസ്കൽ. ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ? ബലം പാസ്കൽ എന്ന് പറഞ്ഞിരിക്കുന്നു. ബലം ഏതാണ്? ന്യൂട്ടൺ ആണ്. അപ്പോൾ അതാണ് തെറ്റായിട്ട് വന്നത്. നെക്സ്റ്റ്, അലുമിനിയത്തിൻ്റെ ഒരു ധാതു ഏതാണ്? ബോക്സൈറ്റ് ആണ് അല്ലേ? നമുക്ക് തന്നിരിക്കുന്നതിൽ ബോക്സൈറ്റ് ഇല്ല. പിന്നെ ക്രയോലൈറ്റ്. അലുമിനിയത്തിൻ്റെ ഒരു ധാതുവാണ് ക്രയോലൈറ്റ്. തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ബേക്ക്ലൈറ്റ് ആണ് തെർമോപ്ലാസ്റ്റിക്കിന് ഉദാഹരണം അല്ലാത്തത്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിൻ്റെ ന്യൂനതകൾ ഏതൊക്കെയാണ്? കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്നത് ഏതൊക്കെയാണ്? ദീർഘദൃഷ്ടിയും അതുപോലെ തന്നെ വെള്ളെഴുത്തും കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാം.
നെക്സ്റ്റ് 2023-ലെയാണ്. നെക്സ്റ്റ് 38-ാമത്, അതും 2023-ലായിരുന്നു. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലമുണ്ടാകുന്ന രോഗമാണ്. ശരിയാണല്ലേ. കോളറ വായുവിലൂടെ പകരുന്ന രോഗമാണ്. തെറ്റാണ്. ചിക്കൻ ഗുനിയ മലിനജലത്തിലൂടെ പകരുന്ന രോഗമാണ്. അതും തെറ്റാണ്. അപ്പോൾ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്. ഒന്ന് മാത്രമാണ് ശരിയായിട്ട് വന്നത്. അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏത്? അനോഫിലസ് പെൺകൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം ഏത്? ആൻസർ ഓപ്ഷൻ സി ആണ്, മലമ്പനി. ശരിയായ ജോഡി ഏത്? ക്ഷയം BCG. ശരിയാണല്ലേ. ടെറ്റനസ് OPV. ടെറ്റനസ് OPV അത് തെറ്റാണ്. ഡിഫ്തീരിയ MMR അതും തെറ്റാണ്. പോളിയോ DPT അതും തെറ്റാണ്. അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ഒന്ന് മാത്രമാണ് ശരിയായിട്ട് വന്നത്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇരുമ്പ്. താഴെ പറയുന്നതിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? ഹീമോഫീലിയ. താഴെ പറയുന്നതിൽ അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ ഡി, മൃതസഞ്ജീവനി. അശ്വമേധം പദ്ധതി ഏത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ സി, കുഷ്ഠം. നിപ രോഗത്തിൻ്റെ പ്രകൃതിയാലുള്ള വാഹക ജീവി ഏത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, വവ്വാൽ. ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണുവേത്? ആതിഥേയ ജീവിയുടെ ജനിതക സംവിധാനം ഉപയോഗിച്ച് പെരുകാൻ കഴിവുള്ള രോഗാണു. ആൻസർ ഓപ്ഷൻ ഡി ആണ്, വൈറസ്. ആയുഷ് വകുപ്പിൽ ഉൾപ്പെടാത്ത ചികിത്സാ രീതി ഏത്? ആൻസർ ഓപ്ഷൻ സി, അലോപ്പതി. താഴെ പറയുന്നതിൽ എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ട പദ്ധതി? ആൻസർ ഓപ്ഷൻ എ, വിമുക്തി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി ഏത്? ആൻസർ ഓപ്ഷൻ സി, മെഡിസെപ്പ്. ശൈശവ വിവാഹം തടയുന്നതിൻ്റെ ഭാഗമായി വിവരം നൽകുന്നവർക്ക് പാരിതോഷികം നൽകുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ പദ്ധതിയുടെ പേര്? ആൻസർ ഓപ്ഷൻ സി, പൊൻവാക്ക്. മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ ആരാണ്? മൃതസഞ്ജീവനി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസഡർ ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, മോഹൻലാൽ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ കാണാം.